ഞാൻ ഡോക്ടർ അശ്വതി എസ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പിക് കൺസൾട്ടൻ്റാണ്. ഇന്നത്തെ വിഷയം സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. ഇന്ത്യയിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണപ്പെടുന്ന ക്യാൻസറിൻ്റെ ഒരു കാരണമാണ് ക്യാൻസർ സർവിക്സ്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായി സേഫ് സെക്സ് പ്രാക്ടീസ് അഥവാ അപകടരഹിതമായ ലൈംഗികത പ്രവണത മൂലമാണ്. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സിനെ ഒഴിവാക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷിതമായി ഏർപ്പെടുക, കോണ്ടം മുതലായ ഉപയോഗിക്കുമ്പോൾ സെക്ഷൽ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വാക്സിൻസ് ആണ്. നമുക്കറിയാം ഇന്ന് വിപണിയിൽ ലഭ്യമായതാണ് HPV വാക്സിൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ 9 മുതൽ 14 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികളാണെങ്കിൽ 2 ഡോസും, 15 തൊട്ട് 26 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ 3 ഡോസും, അതിന് മുകളിലോട്ടുള്ളവർ 46 വയസ്സ് വരെയുള്ളവർക്ക് വരെ ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. അവർക്കും തികച്ചും 3 ഡോസും ഈ വാക്സിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക അഥവാ സ്ക്രീനിങ് എന്നുള്ളതാണ്. ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീ 30 വയസ്സിനോ 35 വയസ്സിനോ മുകളിലുള്ള സ്ത്രീകൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റിംഗ്. രണ്ടാമത്തെ ടെസ്റ്റിംഗ് ആണ് HPV ടെസ്റ്റിംഗ് എന്ന് പറയും. പാപ്സ്മിയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ആശുപത്രികളിലും ലഭ്യമായൊരു ടെസ്റ്റാണ്. വേദനരഹിതമായ ചിലവധികമില്ലാത്തൊരു ടെസ്റ്റിംഗ് ആണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. HPV ടെസ്റ്റിംഗ് കുറച്ചുകൂടി വില കൂടിയതും എന്നാൽ കുറച്ചുകൂടി എഫിക്കസി ഉള്ളതുമായ ടെസ്റ്റാണ്. ഇതിൻ്റെ സേവനവും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നാലാമത് ഏത് തരത്തിലുള്ള ലക്ഷണങ്ങൾ, ഉദാഹരണത്തിന് അബ്നോർമലായിട്ടുള്ളൊരു ഡിസ്ചാർജോ അഥവാ ബ്ലീഡിങ്ങോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങോ, ഇതിലേതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്മിയർ എടുക്കുകയും കോൾപോസ്കോപ്പി മുതലായ പരിശോധനകൾ നടത്തി ക്യാൻസർ സർവിക്സ് അല്ല എന്ന് ഉറപ്പിക്കേണ്ടതുമാണ്.